ഹലോ ഗായ്സ്, ജോർദാനിലെ മോസ്റ്റ് വിസിറ്റഡ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള പെട്രയിലാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. 50 ജോർദാൻ ദിനാറാണ് വൺ ഡേ എൻട്രി ടിക്കറ്റിന് വരുന്ന ചാർജ്. അങ്ങനെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായ പെട്രയിലെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നബാട്ടിയൻസ് എന്ന ഒരു നൊമാദിക് അറബ് സിവിലൈസേഷനാണ് പെട്ര നിർമ്മിച്ചിട്ടുള്ളത്. പെട്ര നബാട്ടിയൻസിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. മാത്രമല്ല അത് ഒരു ട്രേഡിംഗ് ഹബ്ബ് കൂടിയായിരുന്നു. നബാട്ടിയൻസ് ബിൽറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻക്രെഡിബിൾ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഇത് ടണൽ എന്ന് പറയുന്നത്. സിറ്റിയിലേക്ക് പ്രോപ്പറായിട്ടുള്ള വാട്ടർ സപ്ലൈക്കും പിന്നെ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്തൊക്കെ സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൂടെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പെട്രയിലെ ഒരു മെയിൻ എൻട്രൻസ് ആണ് ദ സിക്ക്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ഇതിലൂടെ നടക്കാൻ. ഇരുവശത്തുമായിട്ട് വളരെ ഉയരത്തിലുള്ള പാറക്കെട്ടുകളാണുള്ളത്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് മാത്രമാണ് സൂര്യപ്രകാശം വരുന്നത്. അതിനനുസരിച്ച് നമുക്കിതിൻ്റെ കളറിൽ തന്നെ വ്യത്യാസം തോന്നും. റെഡ് കളറിൽ, പിന്നെ പിങ്ക് കളറിൽ, ചില സ്ഥലങ്ങളിൽ യെല്ലോ കളറിൽ, ഇങ്ങനെ നമുക്കിതിൻ്റെ കളറിൽ തന്നെ വ്യത്യാസങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് നടത്തത്തിൻ്റെ ഒടുവിൽ നമുക്ക് ദ ട്രഷറി ചെറിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരൊറ്റ കല്ലിലാണ് ഈ അത്ഭുതം കൊത്തിയെടുത്തിട്ടുള്ളത്. അൽ ഖസ്ന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിൻ്റെ കാരണം ഇതിന് മുകളിൽ ഒരു നിധി ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് ബെഡുവിൻ വിശ്വാസം. ഏകദേശം 40 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. നിറയെ കൊത്തുപണികൾ നമുക്കിതിൻ്റെ ചുവരുകളിൽ കാണാനായിട്ട് പറ്റും. ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമകളൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ഇതിനൊരു വേൾഡ് വൈഡ് ഫെയിം കൊടുത്തത് ഇന്ത്യാന ജോൺസ് ആണ്. ട്രഷറി കഴിഞ്ഞതിന് ശേഷം കുറച്ചധികം നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മൊണാസ്ട്രിയിൽ എത്താനായിട്ട് പറ്റും. ഇത് ശരിക്കും ഒരു നല്ല ട്രെക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇതുപോലെ ചെറിയ ഷോപ്പുകൾ പോകുന്ന വഴിയിൽ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ കല്ലിൽ ഇവർ താമസിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതുപോലത്തെ ഗുഹകൾ, വെള്ളം ഒഴുക്കി വിടാനായിട്ട് ഉപയോഗിക്കുന്ന ചാനലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കഴുതപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ വഴിയിൽ നിന്നിട്ട് അവർ നമ്മളോട് ചോദിക്കും, നമുക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഏകദേശം 800-ലധികം സ്റ്റെപ്സ് ഉണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടന്ന് നമ്മൾ അവസാനം മൊണാസ്ട്രിയിലെത്തി. ഇതിന് ട്രഷറിയേക്കാൾ വലിപ്പമുണ്ട്. ഇതൊരു ചർച്ചായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു. സത്യത്തിൽ പെട്രയിലെ കാഴ്ചകൾ ഇത്രയും മാത്രമല്ല, ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. 3-4 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല പെട്ര. തിരിച്ചു പോകുമ്പോൾ 18 കിലോമീറ്ററിന് മേലെ നടന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പെട്രയിലെയും ജോർദാനിലെയും വിശേഷങ്ങൾ ഇവിടെ തീരുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.